ഹായ് ഫ്രണ്ട്സ്, നാച്ചുറൽ ഗാർഡന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 5 വെറൈറ്റി ക്രീപ്പർ പ്ലാന്റ്സിന്റെ സെയിൽ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളി പ്ലാന്റ് ആണ്. പൂക്കൾ കണ്ടാൽ തന്നെ മനസ്സിലാവും, നിറയെ വെള്ള പൂക്കളായിട്ട് നല്ല സ്മെല്ലുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഒരുപാട് പേർക്ക് പരിചയം ഉണ്ടാവും, പരിചയമില്ലാത്തവർക്ക് ഞാൻ പറയാം. ഇതിന്റെ പേരാണ് മണിമുല്ല. പടർന്നു പോകാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല സൂപ്പർ ആയിട്ട് പൂക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ മണിമുല്ല. അപ്പൊ മണിമുല്ല പ്ലാന്റിന്റെ തൈകൾ ഇപ്പൊ നമ്മളടുത്ത് അവൈലബിൾ ആണ്, വേണമെന്നുള്ളവർ വാട്സപ്പ് ചെയ്യാം. ഒരുപാട് ആരാധകരുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ മണിമുല്ല. അപ്പൊ മണിമുല്ല പ്ലാന്റ് വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകൾ നമ്മളടുത്ത് ഇപ്പൊ അവൈലബിൾ ആണ്. നല്ല ഡിമാൻഡ് ഉള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ, എപ്പോഴും വരുന്ന ഒരു പ്ലാന്റ് അല്ല. അതുകൊണ്ട് വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്ന പ്ലാന്റ് ഗോൾഡൻ കാസ്കേഡ് ആണ്. ഗോൾഡൻ കാസ്കേഡും അങ്ങനെ എല്ലാവർക്കും പരിചയപ്പെടുത്തി തരേണ്ട ഒരു ആവശ്യമുള്ള ഒരു പ്ലാന്റ് ആണെന്ന് തോന്നുന്നില്ല. എല്ലാവർക്കും പരിചയമുള്ള ഒരു പ്ലാന്റ് ആയിരിക്കും ഇത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ എപ്പോഴും പൂക്കൾ ഉണ്ടാവും എന്നുള്ളതാണ്. ഇതിൽ പൂക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 3-4 മാസത്തോളം ഇതിൽ പൂക്കൾ ഇങ്ങനെ തന്നെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് കേട്ടോ ഇതിന്റെ പ്രത്യേകത. നല്ല ഫ്ലവർ ആണ് കേട്ടോ, നല്ല യെല്ലോ കളറ്, നല്ല അടിപൊളി ഫ്ലവർ ആണ്. അപ്പോൾ ഗോൾഡൻ കാസ്കേഡിന്റെ പ്ലാന്റും നമ്മളടുത്ത് ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് നമ്മളടുത്ത് അവൈലബിൾ ആണ്. ഇതിൽ ഫ്ലവർ പിടിച്ചിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. അതാ ഫ്ലവർ ആയിട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഈ ഗോൾഡൻ കാസ്കേഡ് വീട്ടിലുണ്ടെങ്കിൽ ഇനി വിഷുവിന് കണിക്കൊന്ന വേണ്ട എന്നാണ് പറയാ, അത്ര ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ ഇതിന്. അപ്പൊ ഈ ഗോൾഡൻ കാസ്കേഡും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇനി നമ്മുടെ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ലെമൺ വൈൻ ആണ്. ലെമൺ വൈൻ എന്നത് ഒരുപാട് പേർക്കൊക്കെ അറിയുന്നുണ്ടാവും. നല്ലൊരു ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്, അതോടൊപ്പം തന്നെ നല്ലൊരു ഫ്രൂട്ട്സ് പ്ലാന്റ്സും കൂടിയാണ്. ഇതിന്റെ ഫ്ലവർ നല്ല അടിപൊളിയാണ് കേട്ടോ കാണാൻ. അതുപോലെ തന്നെ ഇതിന്റെ ഫ്രൂട്ടും നല്ല ഭംഗിയാണ്. ഭംഗി മാത്രമല്ല കേട്ടോ, വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫ്രൂട്ടാണ്. പക്ഷെ എല്ലാവർക്കും ഇതിന്റെ ഫ്ലവറിനോടാണ് താല്പര്യം. അതുകൊണ്ട് എല്ലാവരും കട്ട് ചെയ്തിട്ട് ഫ്ലവർ ആക്കിയിട്ട് എപ്പോഴും നിർത്തുന്നത് കാണാറുണ്ട്. ഇതിന്റെ ടേസ്റ്റ് വരുന്നത് പുളിപ്പാണ്, പക്ഷെ നമുക്കിത് കഴിക്കാൻ പറ്റുന്ന ഒരു പുളിപ്പുള്ളൂ കേട്ടോ. പിന്നെ ഇതൊരു കാക്ടസ് വിഭാഗത്തിൽ പെടുന്ന ഒരു ചെടിയാണ്, അതുകൊണ്ട് ഇതിൽ ഫുള്ള് മുള്ളുകളായിരിക്കും കേട്ടോ. അപ്പൊ ഇതാണ് നമ്മളടുത്തുള്ള ലെമൺ വൈനിന്റെ സെയിലിനായിട്ടുള്ള പ്ലാന്റിന്റെ സൈസ് കേട്ടോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നമ്മളടുത്ത് അവൈലബിൾ ആണ്. ഇത് ഫ്രൂട്ട് പിടിച്ചിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ഫ്ലവർ ആയതുമാണ്, ഫ്രൂട്ട് പിടിച്ചിട്ടുള്ള പ്ലാന്റും കൂടിയാണ്. അധികം കെയറിംഗ് ഒന്നും വേണ്ട. ഈ ചെടി പൂക്കുന്ന സമയത്ത് നന്നായി പൂക്കൾ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് വെറൈറ്റി ആണ് കേട്ടോ. ഇത് പൂവിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഭംഗി എന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത്. ഇനി നമ്മുടെ അടുത്ത ക്രീപ്പർ പ്ലാന്റ് എന്ന് പറയുന്നത് തൻബേർജി ആണ് കേട്ടോ. തൻബേർജി നമ്മൾ അങ്ങനെ എപ്പോഴും കാണുന്ന ഒരു പ്ലാന്റ് അല്ല കേട്ടോ, വല്ലപ്പോഴും അത് കാണാറുള്ളൂ. അപ്പൊ ഇതിന്റെ പ്ലാന്റ്സുകൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഫ്ലവർ ആണ്, നല്ല ഹാങ്ങിങ് ആയിട്ട് കിടക്കുന്ന നല്ല ഫ്ലവർ ആണ് കേട്ടോ. തൻബർജിയുടെ നോർമൽ ലീഫ് അല്ല കേട്ടോ, ഇത് വെരിഗേറ്റഡ് ലീഫാണ്. ഇതങ്ങനെ എപ്പോഴും നമ്മുടെ അടുത്ത് സെയിലിനായിട്ട് വരാറില്ല, വല്ലപ്പോഴേ വരാറുള്ളൂ. ഇപ്പൊ നമ്മുടെ അടുത്ത് ഒരുപാട് പ്ലാന്റ്സുകൾ എത്തിയിട്ടുണ്ട്. വേണ്ടവര് പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്തോളൂ. നല്ല അടിപൊളി പൂക്കളാണ് കേട്ടോ, സൂപ്പർ പൂക്കളാണ്. എല്ലാവരും ഇഷ്ടപ്പെടും കേട്ടോ. നമ്മുടെ വീട്ടുമുറ്റത്ത് ഇങ്ങനെ ഒരു പന്തൽ പോലെ കെട്ടുകൊടുക്കാന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ. നല്ലൊരു വെറൈറ്റി പൂക്കളാണ്. ഒരുപാട് ദിവസം ലാസ്റ്റ് ചെയ്യുന്ന പൂക്കളായിരിക്കും കേട്ടോ ഇതിന്. ഇനി നമ്മുടെ അടുത്ത ക്രീപ്പർ പ്ലാന്റ് എന്ന് പറയുന്നത് മാൻഡിവില്ലയാണ്. മാൻഡിവില്ല ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല, ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും. മാൻഡിവില്ലയുടെ 5 വെറൈറ്റി കളേഴ്സുകൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ. റെഡ്, പിങ്ക്, യെല്ലോ, വൈറ്റ്, മെറൂൺ, അങ്ങനെ 5 കളേഴ്സുകൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. എന്നും പൂക്കൾ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ മാൻഡിവില്ല. പൂവ് ഉണ്ടായി കഴിഞ്ഞാൽ മിനിമം 5 ദിവസമെങ്കിലും ഇതിന്റെ പൂക്കൾ ഇങ്ങനെ തന്നെ ഉണ്ടാവും കേട്ടോ. നന്നായി വെയിലുള്ളെടുത്ത് വെക്കാതെ ഒരു സെമി ഷെയ്ഡിലൊക്കെ വെച്ചിട്ട് വളർത്താന്നുണ്ടെങ്കിൽ എന്നും നന്നായി പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ മാൻഡിവില്ല. വളർത്താൻ വളരെ എളുപ്പമാണ്, ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇതൊക്കെ മാൻഡിവില്ലയുടെ തൈക്കളാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈക്കളാണ് കേട്ടോ. പിന്നെ ഇത് മാത്രമല്ല, ഇനിയും ഒരുപാട് പ്ലാന്റ്സുകൾ, ക്രീപ്പർ പ്ലാന്റ്സുകൾ തന്നെ നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും മെസ്സേജ് അയക്കാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പൊ എന്റെ ഈ ഫ്ലവറിംഗ് ക്രീപ്പർ പ്ലാന്റ്സിനെ കുറിച്ചിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ ഞാൻ പോവാണ്, അടുത്ത നല്ലൊരു വീഡിയോയും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.